ഓണം വന്നേ. സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തു നിന്നും ഇത്തിരി മധുരവും കുളിരും പേറി മഹാത്യാഗത്തിന്റെ സന്ദേശങ്ങൾ മനസ്സിൽ വിരുന്നിനെത്തുകയായി വീണ്ടും. നിലംപതുങ്ങികളായ ചെറു സസ്യങ്ങളൊരുക്കുന്ന ഒരു ചെറിയ വസന്തകാലം. വറ്റിപ്പോകാത്ത നന്മയുടെ ശേഷിപ്പുകളായി കാണുന്ന ഹരിത തീരങ്ങളിലും നാട്ടിടവഴികളിലും നടന്നാൽ നമ്മൾ എന്നോ പാടിമറന്ന നല്ല ശീലുകളുടെ അനുരണനങ്ങൾ കേൾക്കാം. നീതിബോധവും ദാനശീലവും കൊണ്ട് ദേവവൃന്ദത്തിൽ അസൂയ ജനിപ്പിച്ച മഹാബലി എന്ന മഹാരാജാവിന്റെ നാടുകാണൽ വേളയായ ഓണം നന്മയുടെ തിരിച്ചുവരവിനെ സൂചിപ്പിക്കുന്നു. കാലത്തിന്റെ തുടച്ചുമാറ്റലുകളിലും ഭേദപ്പെടുത്തലുകളിലും അന്യമായി പോയ നിരവധി ഘടകങ്ങളുണ്ട്. ഓണവുമായി ബന്ധപ്പെട്ട പല അനുഷ്ഠാനങ്ങളും കലാരൂപങ്ങളും ഇത്തരത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചോർന്നൊഴിയുന്ന ഗ്രാമഭംഗികളിൽ ഗതകാല പെരുമയുടെ തിളക്കങ്ങൾ വായിക്കാം. ഗിരിശിഖരങ്ങളുടെ ഔന്നിത്യവും നീരുറവുകളുടെ ആർദ്രതയും ആഴിയുടെ വിശാലതയും പാകപ്പെടുത്തിയെടുത്ത ഒരു ജനസമൂഹമാണ് കേരളത്തിലേത്. അതുകൊണ്ട് തന്നെ കേരളീയന്റെ ഉത്സവാഘോഷങ്ങളിലെല്ലാം പ്രൗഢിയും ആർദ്രതയും വിശാലതയും ഉൾച്ചേർന്നിരിക്കുന്നു. ജാതിമത ഭേദങ്ങളോ ആൺപെൺ വ്യത്യാസമോ പ്രായത്തിലെ വൈവിധ്യങ്ങളോ ആഘോഷവേളകളിലെ പങ്കാളിത്തത്തിൽ നിന്നും ആരെയും അകറ്റി നിർത്തുന്നതിനുള്ള മാനദണ്ഡമാകുന്നില്ല. പൊലിയോ പൊലി പൊലി പൊലിയോ പൊലി 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 പൊലിയോ പൊലി മാളോരെ 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 അത്തമ്പത്തോണമെത്തി പൂങ്കാവനമായി ഭൂമി മാളോരെ 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 അത്തമ്പത്തോണമെത്തി പൂങ്കാവനമായി ഭൂമി മാവേലി വന്നു വരം തരുവാൻ പൂക്കളം വരണേ മാളോരെ 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 മാളോരെ. കാലാനുസൃതമായ രുചിഭേദങ്ങൾക്കനുസരിച്ച് ഓണാഘോഷങ്ങളിൽ വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിലും മുൻകാലങ്ങളിലെ സമ്പ്രദായങ്ങൾ പാടെ മാറി എന്ന് പറഞ്ഞുകൂടാ. അത്തപ്പൂക്കളമൊരുക്കലാണ് ഓണാഘോഷത്തിന്റെ ആദ്യഘട്ടം. ചിങ്ങമാസത്തിലെ അത്തം മുതൽ തിരുവോണം വരെ നീളുന്ന പൂക്കളമൊരുക്കൽ പഴയകാലത്ത് എല്ലാ വീട്ടുമുറ്റങ്ങളിലും കാണാമായിരുന്നു. നാട്ടുപൂക്കളും കാട്ടുപൂക്കളും തേടി പൂക്കുടകളും പൊലിപ്പാട്ടുകളുമായി പാതകൾ തോറും തൊടികൾ തോറും അലഞ്ഞ കുട്ടികൾ പോയകാലത്തിന്റെ ഭാഗ്യചിഹ്നങ്ങളായിരുന്നു. അവകാശങ്ങളുടെ അതിർവരമ്പുകളില്ലാത്ത ഉദ്യാനമായിരുന്നു അന്ന് നമുക്ക് ചുറ്റും. കൊണ്ടുവാ കുഞ്ഞിക്കുളിർ കാറ്റേ പൂമണം കൊണ്ടുവാ കുഞ്ഞിക്കുളിർ കാറ്റേ കൊന്നയോ ആകയോ പുന്നയോ കൈതയോ പൂത്തതു ഞങ്ങളുടെ മാനസമോ പൂത്തതു ഞങ്ങളുടെ മാനസമോ ഓണപ്പൂ നുള്ളുവാൻ പൂക്കളം തീ
നീയുമോരുങ്ങിവാ കുഞ്ഞിക്കൂടേർക്കാം. ഇന്നും ഗ്രാമത്തിലെ തൊടികളിൽ ഓണക്കാലത്ത് പൂവ് തേടുന്ന കുട്ടികളെ കണ്ടെത്താനാകും. ആർപ്പുവിളികളും പൊലിപ്പാട്ടുകളുമില്ലാതെ. അത്തപ്പൂക്കളം ഒരുക്കുന്നതിന് വ്യക്തമായ നിയമങ്ങളുണ്ടായിരുന്നു. മുറ്റം തൂത്തു തളിച്ച് ചാണകം കൊണ്ട് മെഴുകി 1-ാം ദിവസം 1 ഇനം, 2-ാം ദിവസം 2 ഇനം എന്നിങ്ങനെ പൂക്കൾ നിരത്തുന്നു. കോളാമ്പിപ്പൂവും തുമ്പയും കൈനാറിയുമെല്ലാം അത്തപ്പൂക്കളത്തിൽ സ്ഥാനം പിടിക്കുന്നു. വരവ് പൂക്കളുടെയും പ്ലാസ്റ്റിക് പുഷ്പങ്ങളുടെയും വർണ്ണപ്പൊടികളുടെയും കളങ്ങൾ തെരുവോരങ്ങളിൽ ഇന്നും ചെറുപ്പക്കാരുടെ ഉത്സവലഹരിയുടെ നിറച്ചാർത്തുകളായി നമുക്ക് കാണാം. എൻ്റെ ഓണത്തിൻ്റെ ഓർമ്മകൾക്ക് ഏതാണ്ട് 3/4 നൂറ്റാണ്ടിലധികം തന്നെ പഴക്കമുണ്ടാകും. അന്നെല്ലാം ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായും പൂവിടിയിലാണ്. കൊച്ചുകുട്ടികളായ ഞങ്ങളെല്ലാം പൂ പറിക്കാൻ ഓടും. എന്നിട്ട് പൂവിടിയിൽ അതുപോലെ പന്തുകളിയെ ഇങ്ങനെ മേളങ്ങൾ തന്നെയാണ് മേളം. മഴ മാറി തെളിയുമ്പോൾ തിരുവോണം നമുക്കെല്ലാം എന്ന് പറഞ്ഞല്ലോ. മഴക്കാലം കഴിഞ്ഞാൽ ആ ഒരു ഋതു കഴിഞ്ഞാൽ ശരൽക്കാലം വരുന്നു. ശരൽക്കാലത്ത് പ്രകൃതിയെല്ലാം പുഞ്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള കാലത്ത് ഓണത്തിൻ്റെ ഒരു കരച്ചിലിൻ്റെ അനുഭവമാണ് എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയുവാൻ തോന്നുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ കൊച്ചേട്ടൻ പറഞ്ഞു, ഓണത്തപ്പൻ 7:30 വെളുപ്പിന്, ഓണത്തിൻ്റെ അന്ന് 7:30 വെളുപ്പിന് രാവിലെ ഓണത്തപ്പൻ വരും, കാണണമെങ്കിൽ ആരും വിളിക്കാതെ എഴുന്നേൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ 7:30 വെളുപ്പിന് വിളിക്കാതെ എഴുന്നേൽക്കണമെങ്കിൽ ഉറങ്ങാതിരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഉറങ്ങാതെ അങ്ങനെ ഇരുന്നു. അപ്പോൾ പറഞ്ഞു, ഓണത്തപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റമുണ്ട് തട്ടുടുത്ത് വരും, സ്വർണം പോലെയുള്ള നിറമാണ് ആളിന്, പൂണൂല് ഇട്ടിട്ടുണ്ട്, സ്വർണ്ണ കിരീടം, മെതിയടിയിലാണ് വരുന്നത് എന്നൊക്കെ കൊച്ചേട്ടൻ ഇങ്ങനെ സരസമായിട്ട് പറഞ്ഞ് എനിക്ക് കാണാൻ വരും ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് ഇനി ഉറങ്ങുന്നില്ല തീരുമാനിച്ചുകൊണ്ട് ഞാൻ അങ്ങ് ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് കൊച്ചല്ലേ ഉറങ്ങിപ്പോയിട്ട് പിറ്റേ ദിവസം 7 നേരം വെളുത്ത് 6-7 മണിയായപ്പോഴാണ് എഴുന്നേക്കുന്നത്. അപ്പോഴേ കൊച്ചേട്ടൻ പറഞ്ഞു, എന്ത് കഷ്ടമായി പോയി ചാക്കോച്ച, നീയെ കിടന്ന് ഉറങ്ങിപ്പോയി, ഓണത്തപ്പൻ വന്ന് ഞങ്ങളെല്ലാം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു. എനിക്കപ്പോൾ ഓണത്തപ്പനെ കാണാത്തതിൻ്റെ ഭയങ്കര സങ്കടം കൊണ്ട് ഞാനങ്ങ് കരഞ്ഞ് ഏതാണ്ട് വിഷമിച്ച് അങ്ങനെ ഒരു പതനമായപ്പോഴേക്കും വലിയ പെങ്ങൾ ഓടി വന്ന് എന്നെ എടുത്തുകൊണ്ട് താഴത്തെ പാടത്തെ കൊണ്ടുപോയി. വരമ്പിലൊക്കെ നടന്നു പോയി, എടാ മണ്ടച്ചാരെ, ഇതൊക്കെ കെട്ടുകഥകളല്ലേ, ഇങ്ങനെ ഓണത്തപ്പൻ എന്ന് പറഞ്ഞ ഒരാൾ വന്ന് ഞാൻ കണ്ടിട്ടില്ല, അതൊക്കെ കൊച്ചേട്ടത്തിനെ കളിപ്പിക്കാൻ പറഞ്ഞതല്ലേ, ഇതൊക്കെ പറഞ്ഞ് എൻ്റെ കരച്ചിൽ മാറ്റിയായത്. പിന്നെ എത്രയോ കാലം കഴിഞ്ഞാണ് ഈ ഓണത്തപ്പൻ മഹാബലി എന്നുള്ള ആ സങ്കല്പത്തെക്കുറിച്ച് എനിക്കൊരു ബോധമുണ്ടായത്. പക്ഷേ ഇത്രയും മനോഹരമായൊരു സങ്കല്പം, അതായത് സമത്വസുന്ദരമായൊരു വ്യവസ്ഥിതിയെക്കുറിച്ചുള്ള സങ്കല്പം, ഇത്രയും നല്ലൊരു സങ്കല്പം ഒരു നാട്ടിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാർക്സിസമൊക്കെ ഉണ്ടാകുന്ന എത്രയോ മുമ്പ് തന്നെ ആളുകളെല്ലാം തന്നെ ഒരേ അവസ്ഥയിൽ കഴിയുന്ന, ആമോദത്തോടെ വസിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്നുള്ളത് കേരളത്തിൻ്റെ ബൗദ്ധികമായിരിക്കുന്ന വലിയ ഒരു സംഭാവനയാണെന്ന് എനിക്ക് തോന്നുന്നു. ഓണാഘോഷത്തിലെ അവിഭാജ്യ ഘടകമാണ് ഓണക്കോടി. എപ്പോഴും കോടി ധരിക്കാൻ സൗകര്യമുള്ള ആധുനിക ജനതയ്ക്ക് പോലും ഓണക്കോടി എന്നത് ഒരാവേശമാകുന്നുവെങ്കിൽ പഴയ തലമുറ ഓണക്കോടിക്ക് എന്തുമാത്രം പ്രാധാന്യം നൽകിയിരിക്കും. കേരളത്തിന്റെ തനതു വേഷങ്ങൾ മുതൽ പരിഷ്കാരത്തിന്റെ നാഴികക്കല്ലുകളായ വേഷങ്ങൾ വരെ ഓണക്കാലത്ത് വിപണികളിലെത്തുന്നു. കുട്ടികൾക്ക് ഓണദിവസം മഞ്ഞക്കോടി നൽകുക എന്നത് ഒരു സവിശേഷ ആചാരമായിരുന്നു. ഇന്നും മഞ്ഞക്കോടിയുടെ സാന്നിധ്യം ഓണക്കാലത്ത് ബാലവിനോദങ്ങളെ വർണ്ണാഭമാക്കുന്നു. വൈവിധ്യമാർന്ന കലാരൂപങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഉത്സവാഘോഷങ്ങളും കൊണ്ട് സമ്പന്നമാണ് കേരളം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശങ്ങൾക്ക് പ്രത്യേകമായും പൊതുവായും കലാരൂപങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ഉത്സവകാലങ്ങളിലും മാറ്റുകൂട്ടുന്നതിന് കലാരൂപങ്ങളെ കോർത്തിണക്കിയിട്ടുണ്ട്. തിരുവാതിരക്കളിയോട് സാദൃശ്യം പുലർത്തുന്ന കൈകൊട്ടിക്കളി സ്ത്രീജനങ്ങളുടെ ഒരു വിനോദമാണ്. വിഘ്നരാജ നമസ്തേ നമോ നമ, വിഘ്നരാജ നമസ്തേ നമോ നമ, വിഘ്നരാജ നമസ്തേ. ചെങ്ങമ്പുഴ കവിത പാടും പൊന്നിൻ ചിങ്ങമാസം, ചന്ദ്രികയിൽ കുളി കഴിഞ്ഞ ചിങ്ങമാസം. ചെങ്ങമ്പുഴ കവിത പാടും പൊന്നിൻ ചിങ്ങമാസം,
ചന്ദ്രികയിൽ കുളി കഴിഞ്ഞ ചിങ്ങമാസം. തിരുവാതിര പാട്ടും പാടി പനയോല കുട ചൂടി തിരുവോണം വിരുന്ന് വരും ചിങ്ങമാസം. തിരുവാതിര പാട്ടും പാടി പനയോല കുട ചൂടി തിരുവോണം വിരുന്ന് വരും ചിങ്ങമാസം. ചെങ്ങമ്പുഴ കവിത പാടും പൊന്നിൻ ചിങ്ങമാസം. ചന്ദ്രികയിൽ കുളി കഴിഞ്ഞ ചിങ്ങമാസം. ചെങ്ങമ്പുഴ കവിത പാടും പൊന്നിൻ ചിങ്ങമാസം. ചന്ദ്രികയിൽ കുളി കഴിഞ്ഞ ചിങ്ങമാസം. ഇന്നു തിരുവാതിര നാൾ ഇന്ദുമുഖിമാരെ നമ്മൾ വന്നു കളി തുടരണമിന്നി സദസ്സിൽ. ഇന്നു തിരുവാതിര നാൾ ഇന്ദുമുഖിമാരെ നമ്മൾ വന്നു കളി തുടരണമിന്നി സദസ്സിൽ. ചെങ്ങമ്പുഴ കവിത പാടും പൊന്നിൻ ചിങ്ങമാസം. ചന്ദ്രികയിൽ കുളിഞ്ഞ ചിങ്ങമാസം. ചെങ്ങമ്പുഴ കവിത പാടും പൊന്നിൻ ചിങ്ങമാസം. ചന്ദ്രികയിൽ കുളി കഴിഞ്ഞ ചിങ്ങമാസം. ഇന്ദ്രസോദവർ സകല വന്ദിതൻ വരം പുരുഷൻ ചന്ദ്രപാദമേന്തി വൻ വാസസുന്ദരൻ. ഇന്ദ്രസോദരൻ സകല വന്ദിതൻ വരം പുരുഷ ചന്ദ്രപാദമേന്തി വന്ന വാസസുന്ദരൻ. ചെങ്ങമ്പുഴ കവിത പാടും പൊന്നിൻ ചിങ്ങമാസം. ചന്ദ്രികയിൽ കുളി കഴിഞ്ഞ ചിങ്ങമാസം. ചെങ്ങമ്പുഴ കവിത പാടും പൊന്നിൻ ചിങ്ങമാസം. ചന്ദ്രികയിൽ കുളി കഴിഞ്ഞ ചിങ്ങമാസം. പൊരുക പൊരുക തൊഴിമരേ പൊന്നോണക്കാലമടുത്തുവല്ലോ. ആനന്ദ നർത്തനമാടിടണ്ടേ ആവണി മാസം അടുത്തുവല്ലോ. ആവണി മാസം അടുത്തുവല്ലോ. ചെങ്ങമ്പുഴ കവിത പാടും പൊന്നിൻ ചിങ്ങമാസം. ചന്ദ്രികയിൽ കുളി കഴിഞ്ഞ ചിങ്ങമാസം. ചെങ്ങമ്പുഴ കവിത പാടും പൊന്നിൻ ചിങ്ങമാസം. ചന്ദ്രികയിൽ കുളി കഴിഞ്ഞ ചിങ്ങമാസം. ചന്ദ്രികയിൽ കുളി കഴിഞ്ഞ ചിങ്ങമാസം. പുരുഷന്മാരുടെ നിരവധി വിനോദോപാധികളിലൊന്നാണ് കമ്പടവ് കളിയെങ്കിലും ഇന്ന് ഓണക്കാല വിനോദങ്ങളിൽ നിന്നും ഇത് അകന്നുപോയിരിക്കുന്നു. പന്തുകളിയും കരടികളിയും പുലികളിയുമെല്ലാം ഓണക്കാലത്തിന്റെ സ്വന്തം വിനോദങ്ങൾ തന്നെ. താനാരോ തന്നാരോ തന താനാരോ തന്നാരോ താനാരോ തന്നാരോ തന താനാരോ തന്നാരോ പട്ടി കടിക്കല്ലേ വീട്ടുകാരെ ഞങ്ങൾ പട്ടാണി വിൽക്കണ പിള്ളേരാണേ. പട്ടി കടിക്കല്ലേ വീട്ടുകാരെ ഞങ്ങൾ പട്ടാണി വിൽക്കണ പിള്ളേരാണേ. വീട്ടിലെ അമ്മാവൻ പെട്ടി തുറക്കുമ്പോ ഇപ്പ കിട്ടും പണം ഇപ്പ കിട്ടും. വീട്ടിലെ അമ്മാവൻ പെട്ടി തുറക്കുമ്പോ ഇപ്പ കിട്ടും പണം ഇപ്പ കിട്ടും. വീട്ടിലെ അമ്മാവൻ പെട്ടി തുറക്കുമ്പോ ഇപ്പ കിട്ടും പണം ഇപ്പ കിട്ടും. വീട്ടിലെ അമ്മുമ്മ കണ്ണു തുറക്കുമ്പോ വീട്ടുമുറ്റത്തെയോ രണ്ടു കരടികൾ. വീട്ടിലെ അമ്മ
വീട്ടിലും വന്ന് കളിക്കുമ്പോൾ ഓലപ്പന്നാളന്റെ കുഞ്ഞുങ്ങൾക്ക് ഓരോ വീട്ടിലും വന്ന് കളിക്കുമ്പോൾ ഓലപ്പന്നാളന്റെ കുഞ്ഞുങ്ങൾക്ക് താനാരോ തന്നാരോ തന താനാരോ തന്നാരോ 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 താനാരോ തന്നാരോ തന താനാരോ തന്നാരോ. മധ്യകേരളത്തിൽ നിന്നും വടക്കോട്ട് നീങ്ങുന്തോറും കുമ്മാട്ടി പോലുള്ള വിനോദങ്ങൾ ഓണക്കാലത്തെ ആഘോഷ തിമിർപ്പിന് മാറ്റുകൂട്ടുന്നു. ഇത്തരം കലാരൂപങ്ങൾ കളിയരങ്ങിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കുകയല്ല, മറിച്ച് ഗ്രാമത്തിലെ ഓരോ പടിവാതിൽക്കലും വന്ന് മുട്ടിവിളിച്ച് കലാവിരുന്നൊരുക്കുകയാണ്. കർക്കിടക കരിമേഘങ്ങൾ ഉരുകിയൊഴുകി ജലസമൃദ്ധമായ ജലാശയങ്ങൾ ഓണക്കാലം അടുക്കുന്നതോടെ വള്ളംകളിയുടെ ആഹ്ലാദ തിമിർപ്പാൽ സജീവമാകുകയായി. നദോന്നതയുടെ ശീലുകളാൽ ഓണത്തെ മാടി വിളിച്ച് ജലപ്പരപ്പിലൂടെ തുഴഞ്ഞു നീങ്ങുന്ന വള്ളങ്ങൾ കേരളത്തിന് മാത്രം അവകാശപ്പെടാവുന്ന ദൃശ്യശ്രവ്യ വിസ്മയമാണ്. കാണം വിറ്റും ഓണമുണ്ണണമെന്നാണ് പ്രമാണം. ദാരിദ്ര്യവും കഷ്ടപ്പാടും എത്ര തന്നെ അലട്ടിയാലും ഓണനാളുകളിൽ സമൃദ്ധിയും സന്തോഷവും കേരള മണ്ണിലെങ്ങും നിറഞ്ഞു നിൽക്കണമെന്നാണ് വിശ്വാസം. തന്റെ പ്രജകളെ ഒരുപോലെ കണ്ട് നീതിനിഷ്ഠവും ഐശ്വര്യപൂർണവുമായി ഭരണം നടത്തിയ മാവേലിയുടെ പുനരാഗമനത്തിന്റെ വേളകൾ സമൃദ്ധമാക്കാൻ വിപണികൾ മുൻകൂട്ടി ഒരുങ്ങുന്നു. കഴിഞ്ഞുപോയ ഒരു വർഷക്കാലത്തിന്റെ അധ്വാന ഫലങ്ങൾ ഓണക്കാലത്ത് അല്പം ധൂർത്തടിക്കുന്നതിൽ തെറ്റില്ലെന്ന് വിശ്വസിക്കുന്ന മലയാളികളുടെ മനോവികാരമാണ് വിപണികളെ തിരക്കുള്ളതാക്കി മാറ്റുന്നത്. നിറവാർന്ന സദ്യയാണ് ഓണത്തിലെ ഒരു മുഖ്യ ഘടകം. ആധുനികമായ വിഭവങ്ങളും തളികകളുമൊന്നും ഓണസദ്യയിൽ കടന്നുകൂടുന്നില്ല. വാഴയുടെ തുമ്പില മുറിച്ചെടുത്ത് ഇഞ്ചി മുതലുള്ള കറികൾ നിരത്തി ചോറ് വിളമ്പി പരിപ്പും പർപ്പിടകവും ചേർത്ത് കഴിക്കുന്നതാണ് ഓണസദ്യയുടെ ക്രമം. ഊണിനൊപ്പം പ്രഥമനുമുണ്ടാകും. ആഹാര സാധനങ്ങളുടെ നിറവിനുമപ്പുറം ഓണസദ്യയ്ക്ക് മറ്റു ചില പ്രാധാന്യങ്ങളുണ്ട്. ആധുനിക യുഗത്തിൽ താരതമ്യേന ഒറ്റപ്പെട്ട് ഏകാന്ത തടവറയിൽ കഴിയുന്ന വൃദ്ധജനങ്ങൾക്ക് ഉപജീവനത്തിനായി ദേശദേശാന്തരങ്ങളിൽ കുടിയേറേണ്ടി വരുന്ന മക്കൾക്കും ചെറുമക്കൾക്കുമൊപ്പം ഭക്ഷണം കഴിക്കാൻ ലഭിക്കുന്ന അവസരം കൂടിയാണിത്. ഗ്രാമപ്രദേശത്തെ തറവാടുകൾ പലതും സജീവമാകുന്നത് ഓണക്കാലത്താണ്. വിസ്തൃതമായ പറമ്പുകളും പടുകൂറ്റൻ വൃക്ഷങ്ങളും ഇന്ന് മലനാടിന് അന്യമായി തുടങ്ങിയെങ്കിലും ഊഞ്ഞാലും ഓണപ്പാട്ടുകളും ഓണത്തുമ്പികളുമെല്ലാം ഓണക്കാലത്തിന് മാറ്റുകൂട്ടാനെത്തുന്നു. പല വീടുകളിൽ നിന്നായി ഒത്തുകൂടുന്ന കുരുന്നുകളും സ്ത്രീകളും ഊഞ്ഞാലിന് ചുറ്റും വട്ടം കൂടുന്നത് ഇന്നും ഓണക്കാലത്ത് നമുക്ക് ദർശിക്കാനാകും. ഊഞ്ഞാലാട്ടം മാത്രമല്ല സ്ത്രീജനങ്ങളുടെ ഓണക്കാല വിനോദം. തുമ്പിതുള്ളലും കൈകൊട്ടിക്കളിയും പഴുക്കാക്കളിയുമെല്ലാം ഒരു കാലത്ത് ഏറെ സജീവമായിരുന്നു. പെണ്ണുണ്ടോ ചെറുകോശാലും പെണ്ണുണ്ടോ സ്വാമി രണ്ടിക്കും പെണ്ണുണ്ടോ ചെക്കാമേലി മാപ്പിളക്ക് അശുകുശിലേ പെണ്ണില്ല ചെറുകോശാലും പെണ്ണില്ല സ്വാമി രണ്ടിക്കും പെണ്ണില്ല ചെക്കാമേലി മാപ്പിളക്ക് അശുകുശിലേ പെണ്ണുണ്ടോ ചെറുകോശാലും പെണ്ണുണ്ടോ സ്വാമി രണ്ടിക്കും പെണ്ണുണ്ടോ
സമ്പന്നതയുടെയും നിറവിന്റെയും തെളിമയുടെയും ഉത്സവമാണ്. കറുത്ത മേഘങ്ങളൊഴിഞ്ഞ ആകാശത്തു നിന്നും പൊന്നിൻ നിറമാർന്ന സൂര്യകിരണങ്ങൾ ഇറങ്ങി വന്ന് വെളിച്ചം വിതറുന്ന കാലം. കൊയ്തുമെതിച്ച നെന്മണികളാൽ അറകൾ നിറഞ്ഞിരിക്കുന്ന കാലം. ഒരു സമ്പൂർണ്ണ കാലത്തിന്റെ പ്രതിനിധിയായി മാവേലി തമ്പുരാൻ പാതാളം വിട്ട് ഭൂമിയിലെത്തുന്ന കാലം. മുൻകാലങ്ങളിൽ വീട്ടുമുറ്റങ്ങളെയും ഗ്രാമമൈതാനങ്ങളെയും ചൈതന്യവത്താക്കിയിരുന്ന നാടൻ പന്തുകളിക്കാരായ കുട്ടികളുടെ ഘോഷം ഇന്ന് കേൾക്കാനില്ലെങ്കിലും വിനോദോപാധികൾ ധാരാളമുള്ള ആധുനിക കാലത്തും ഓണത്തിന് അലങ്കാരമായി പന്തുകളെത്തുന്നു. ഐതിഹ്യങ്ങളെയും പഴങ്കഥകളെയും കള്ളമായി തള്ളുന്ന ആധുനികന്റെ മനസ്സുമായി ജീവിക്കുമ്പോഴും മലയാളികൾക്ക് ഓണം എന്നത് നിറവാർന്ന ഒരാഘോഷമാണ്, കുളിരണിയിക്കുന്ന ഒരനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഓണക്കാല വിനോദങ്ങളിലും ആഘോഷങ്ങളിലുമെല്ലാം പ്രാചീനതയുടെ അംശങ്ങൾ അപ്രത്യക്ഷമാകുമ്പോഴും ഓണം പുതിയ ഭാവത്തിലും രൂപത്തിലും അണിഞ്ഞൊരുങ്ങുന്നു, ഗ്രാമങ്ങളിലും ഒപ്പം നഗരങ്ങളിലും. മധുരസ്മൃതികളെ തൊട്ടുണർത്തി ആണ്ടുതോറുമെത്തുന്ന ഓണമെന്ന മഹോത്സവത്തിന്റെ നല്ല വേളകളിൽ സമത്വസുന്ദരമായ ഭൂതകാലത്തിന്റെ നന്മകളെ വർത്തമാനത്തിലേക്ക് ആവാഹിച്ച് നല്ല നാളുകൾക്കായി നമുക്ക് പരിശ്രമിക്കാം. എങ്ങും പൂവിളി പടർത്തി ആഘോഷിക്കാം. നന്മയുടെ ഓണപ്പൂക്കൾ വിടരട്ടെ.